നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുമുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു ഭവനത്തില് ദൈവിക ഊർജം നിലനിന്നു കഴിഞ്ഞാൽ മാത്രമേ ആ വീട്ടിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും കടന്നു വരികയുള്ളൂ. ദൈവിക ഊർജം ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു എനർജി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എപ്പോഴും ദുഃഖദുരിതങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ടാണ് നമ്മൾ പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നത്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗ്രഹത്തിൽ ചെയ്യുക, ദൈവികമായിട്ടുള്ള ആ ഒരു ഊർജം നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗ്രഹത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത്. ഒട്ടുമിക്ക വീടുകളിലും രാവിലെയും സന്ധ്യാസമയത്തും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാറുണ്ട്. ഇതിന്റെ പിന്നിലുള്ള കാരണവും വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്തുക, ദൈവികമായിട്ടുള്ള ഒരു ഊർജം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇനി ദിവസവും 2 നേരം നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കാത്ത ആളുകൾ പോലും ഒരു നേരമെങ്കിലും തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. പ്രഭാതത്തിലും സായം സന്ധ്യയിലും പൂജാമുറിയിലായാലും നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലത്തായാലും തുളസിത്തറയിലായാലും പ്രധാന വാതിലിന്, അതായത് ഉമ്മറത്ത് ആ ഒരു പ്രധാന വാതിലിന്റെ മുന്നിലായിട്ടും ഒക്കെ നിലവിളക്ക് തെളിയിക്കുക എന്നത് വളരെ ഐശ്വര്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രാർത്ഥനകളും പൂജകളും ക്ഷേത്ര ദർശനങ്ങളും ഈ വിളക്ക് തെളിയിക്കലും ഒക്കെയും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളത് വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകുന്നത്. സൂര്യോദയം, സൂര്യാസ്തമയം, ഈ 2 കാര്യങ്ങൾ സംഭവിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള സമയമാണ്. പകലിനും രാത്രിക്കും ഇടയിലുള്ള ഈ സമയങ്ങളെ സന്ധ്യകൾ, പ്രഭാത സന്ധ്യ, സായം സന്ധ്യ, ഇങ്ങനെ സന്ധ്യകൾ എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഉമ്മറപ്പടിയിൽ വിളക്ക് തെളിയിക്കുന്നത് ലക്ഷ്മി കടാക്ഷം പ്രധാനമാക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുന്നു. സന്ധ്യാസമയങ്ങളിൽ നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ അനേകം അനുഗ്രഹങ്ങൾ പ്രാപ്തമാകും എന്നതാണ്. ഈ ശുഭകരമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പ്രധാന വാതിലിന് മുന്നിലായിട്ട് ഒരു ചിരാത് ദീപമെങ്കിലും തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചിരാത് ദീപമെങ്കിലും നമ്മൾ ഈ ഒരു ഉമ്മറപ്പടിയുടെ മുന്നിലായിട്ട് തെളിയിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഉമ്മറപ്പടിയിലായിട്ട് തെളിയിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് മുന്നിലായിട്ട് സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുന്നത് വഴി ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്, ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഒരു ചിരാത് ദീപമെങ്കിലും നമ്മുടെ പ്രധാന വാതിലിന് സൈഡിലായിട്ട് തെളിയിച്ചു വയ്ക്കുക എന്നുള്ളത്. എന്നാൽ അത് തെളിയിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം, വലതു ഭാഗത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. പൂജയ്ക്കായാലും മറ്റ് ദൈവിക കാര്യങ്ങൾക്കായാലും വലത് കൈയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ആരതി ഒഴിയുന്നത് പൊതുവെ മൂർത്തിയുടെ വലതുവശത്ത് നിന്ന് ഘടികാര ദിശയിലാണ്. തീർത്ഥമോ പ്രസാദമോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ സ്വീകരിക്കാനോ അതുപോലെ എന്തെങ്കിലും നൽകാനോ വലത് കൈയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിളക്ക് തെളിയിക്കാനും വിളക്ക് കത്തിക്കേണ്ട ദിശയും വലതുഭാഗത്തായിരിക്കണം. ഉമ്മറത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ പ്രവേശന കവാടത്തിന്റെ വലതുവശത്താണ് സ്ഥാനം നൽകേണ്ടത്. അതുപോലെ വിളക്ക് അല്ലെങ്കിൽ ചിരാതില് ദീപം തെളിയിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വലത് കൈക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ 2 കൈകളാലും വിളക്ക് പിടിക്കാവുന്നതാണ്, ഏറ്റവും ഉത്തമമാണ്. എന്നാൽ ഇടത് കൈ കൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഒരു കാരണവശാലും വിളക്ക് പിടിക്കാനായിട്ട് പാടില്ല. അത് നമ്മളെ നിലവിളക്കായാലും ചിരാതി വിളക്കായാലും എല്ലാത്തിലും ഒരു ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ തെളിയിക്കുന്ന ചെറിയൊരു ചിരാതി വിളക്കിനായാലും നൽകേണ്ടതായിട്ടുണ്ട്. ഈ വിളക്ക് തെളിയിക്കാനായിട്ട് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ സാധാരണഗതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. സന്ധ്യാസമയങ്ങളിൽ ഉമ്മറപ്പടിക്ക് സമീപം വിളക്ക് കൊളുത്തിയാൽ അനുഗ്രഹപ്രദമാണെന്നാണ് പറയുന്നത്. അതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് വിളക്ക് കത്തിക്കുന്നത് കുടുംബത്തിൽ പോസിറ്റീവ് എനർജിയുടെ പ്രഭാവം സൃഷ്ടിക്കും എന്നാണ്. ഇരുണ്ട, ഒറ്റപ്പെട്ടതും അശുദ്ധവുമായിട്ടുള്ള സ്ഥലങ്ങൾ നെഗറ്റീവ് എനർജികളുടെ കേന്ദ്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉമ്മറപ്പടിയുടെ തൊട്ട് മുന്നിലായിട്ട് വലതുഭാഗത്തായിട്ട് ഒരു ചിരാതില് ഒരു ദീപം നിങ്ങൾ ദിവസവും തെളിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു കുടുംബത്തിലേക്ക് പോസിറ്റീവ് എനർജി വന്നു കയറും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഫലം അല്ലെങ്കിൽ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നിഷേധാത്മകതകൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. രാഹുഗ്രഹത്തിന്റെ ഉൾപ്പെടെയുള്ള നിഷേധാത്മകമായ പ്രഭാവങ്ങളെയും ഫലങ്ങളെയും ഇല്ലാതാക്കി ഗുണാത്മകമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് സ്വാധീനങ്ങളെ തുടച്ചു നീക്കുന്നു. ജാതകത്തില് രാഹുദോഷമുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് ഉമ്മറത്ത് ദീപം തെളിയിക്കുന്നത് ദുരിതഫലങ്ങൾ കുറയ്ക്കും എന്നാണ് പറയുന്നത്. രാഹുവിന്റെ അധിപസ്ഥാനത്തുള്ളത് കാളീദേവിയാണ്. സന്ധ്യാസമയങ്ങളിൽ വിളക്ക് തെളിയിക്കുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തും. അതുപോലെ തന്നെ പ്രവേശന കവാടത്തില് പതിവായിട്ട് വിളക്ക് തെളിയിക്കുന്നത് ദോഷങ്ങളെയും ദുരാത്മാക്കളെയും അകറ്റും എന്നുള്ളതാണ്. പലതരത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങൾ, നെഗറ്റീവ് ശക്തികൾ, അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികളൊക്കെ നമ്മുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ശക്തികളുടെ ആ ഒരു സ്വാധീനം കുറയ്ക്കാനായിട്ട്, അങ്ങനെയുള്ള ശക്തികളുടെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആ കുടുംബത്തിലുള്ളവർക്ക് ഏൽക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഉമ്മറപ്പടിയിൽ നിത്യവും ഒരു ചിരാതി വിളക്ക് തെളിയിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. ഗുണാത്മകമായിട്ടുള്ള ഊർജപ്രവാഹം ചെലുത്തുമെന്നതിനാൽ ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ ആ കുടുംബത്തിലുള്ളവർക്ക് സാധിക്കും. പതിവായിട്ട് വിളക്ക് കത്തിക്കുന്ന കുടുംബം ആനന്ദത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഉമ്മറത്ത് ദീപം തെളിയിക്കുന്നത് വീടിനും കുടുംബാംഗങ്ങൾക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ ദാരിദ്ര്യ ദുഃഖങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കും എന്നുള്ളതാണ്. കൂടാതെ അവർക്ക് സന്തോഷം, പുരോഗതി, ആരോഗ്യം, ശാന്തി എന്നിവ അനുഭവിക്കാനും സാധിക്കും. പ്രധാന കവാടത്തിലെ ഉമ്മറ ഭാഗത്ത് സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കത്തിക്കുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പ്രാപ്തമാക്കാൻ കാരണമാകും എന്നാണ് പറയുന്നത്. കാരണം ലക്ഷ്മി ദേവി കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. ഈ ഒരു സമയത്ത് വിളക്ക് തെളിയിക്കുന്നത് ദേവിയെ പ്രീതിപ്പെടുത്തുമെന്നാണ് വിശ്വാസം. ഇത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുകയും വീടിന്റെ ഉമ്മറപ്പടി ലക്ഷ്മിയുടെ പ്രതീകമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഒരു ദീപം തെളിയിച്ചു വയ്ക്കുന്നത് ലക്ഷ്മി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആ ഒരു കുടുംബത്തിലേക്ക് വന്നു ചേരാൻ കാരണമാവുകയും ചെയ്യും. ഇനി ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് ഒന്നുകിൽ ഒരു ചിരാതി വിളക്ക് അതിനായിട്ട് മാറ്റിവെക്കാം. രണ്ട് വശങ്ങളിലും, അതായത് ഇടത് വലത് രണ്ട് വശങ്ങളിലും നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ അങ്ങനെയും തെളിയിക്കാം. അതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ എന്നിരുന്നാലും വലതുഭാഗത്ത് നിർബന്ധമായിട്ടും തെളിയിക്കുക, ഇടതുഭാഗത്ത് മാത്രമായിട്ട് തെളിയിക്കാതിരിക്കുക. നിങ്ങളുടെ വീടിന്റെ ഇടതുഭാഗത്താണ് പറയുന്നത്, ഇടതുഭാഗത്ത് മാത്രമായിട്ട് തെളിയിക്കരുത്. ഒന്നുകിൽ രണ്ട് ഭാഗത്തും ഇടത് വലത് ഭാഗങ്ങളിൽ തെളിയിക്കുക, ഉമ്മറപ്പടിയുടെ ഇടത് വലത് ഭാഗങ്ങളിൽ തെളിയിക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വലതുഭാഗത്ത് മാത്രമായിട്ടും തെളിയിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒന്നുകിൽ നിലവിളക്ക് വീടിനുള്ളിൽ തെളിയിച്ചു വെച്ചതിന് ശേഷം ഉമ്മറപ്പടിയിൽ ഈ പറഞ്ഞതുപോലെ ചിരാതില് ദീപം തെളിയിക്കാവുന്നതാണ്. ഇനി അതല്ല, അതിന് മുന്നേ ആണ് നിങ്ങൾ തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനുശേഷവും നിലവിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇനി ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ചിരാത് ദീപം തെളിയിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വൃത്തിയാക്കിയ ശേഷം വേണം തെളിയിക്കാനായിട്ട്. വെറുതെ കൊണ്ടുപോയിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കണം എന്നില്ല. ആദ്യം തന്നെ സന്ധ്യാസമയത്തിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക. ശേഷം ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കപ്പിലോ ഒരല്പം വെള്ളം എടുത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു പടിവാതിലിൽ ഒന്ന് തളിച്ച ശേഷം നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക. ഒരു കാരണവശാലും ചൂല് കൊണ്ട് നമ്മൾ നമ്മുടെ പടിവാതില് അടിച്ചു വരാനായിട്ട് പാടില്ല. കൈ ഉപയോഗിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു തുണി ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ ഈ ഒരു ചിരാത് ദീപം ഉമ്മറപ്പടിക്ക് മുന്നിലായിട്ട് തെളിയിക്കാനായിട്ട്.
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മഹാലക്ഷ്മി ദേവി ആ ഒരു പടി കടന്ന് നമ്മുടെ വീടിനുള്ളിലേക്ക് വരുള്ളൂ. മൂദേവിവാസം ഇല്ലാതാക്കാനൊക്കെ ഇത് ഏറ്റവും അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ്. നെഗറ്റീവ് എനർജി, വീട്ടിലുള്ളവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതൊക്കെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് വീടിന്റെ ഉമ്മറപ്പടിയുടെ സൈഡിലായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ദീപം തെളിയിച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. ഇനി പലരും പറയാറുണ്ട്, ഇങ്ങനെ തെളിയിച്ചു വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അണഞ്ഞു പോകുന്നു, കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അണഞ്ഞു പോകുന്നു എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഒരു ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 20-25 മിനിറ്റ് എങ്കിലും അവിടെ അത് തെളിയാനായിട്ട് അനുവദിക്കണം. അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, കാറ്റടിക്കുന്നതിന് എങ്ങനെയാണ് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അതിന് ഇപ്പോൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള വിളക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊരു ദീപം കൊണ്ടുവന്ന് തെളിയിക്കുക. ഏത് ദീപവും നിങ്ങൾക്ക് ഉമ്മറപ്പടിയുടെ സൈഡിലായിട്ട് തെളിയിക്കുക കേട്ടോ. കാരണം അവിടെ ഒരു പ്രകാശം പരത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് കരുതി ചെറിയ ലൈറ്റിന്റെ ദീപമൊക്കെ ഉണ്ട്, അതല്ല പറയുന്നത് കേട്ടോ. അഗ്നി കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഏതൊരു വിളക്കും നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ശക്തികൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ വിളക്ക് കൂടുതലായിട്ട് വളരെ പെട്ടെന്ന് അണഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുർശക്തികളുടെ വരത്ത് പോക്കുണ്ടെങ്കിൽ, ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുർശക്തികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഉമ്മറപ്പടിയിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അണഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 1-2 ദിവസം ഇങ്ങനെ അണഞ്ഞു പോകുന്നു എന്ന് കരുതി അത് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾ അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് ഇന്നും നാളെയും നിങ്ങൾ തെളിയിച്ചു, അത് അണഞ്ഞു പോയി, അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഡേ നിങ്ങൾ വീണ്ടും അത് ചെയ്യുക. അപ്പോൾ ആ ഒരു ശക്തിയുടെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ്. പതിയെ പതിയെ ആ ഒരു വിളക്ക് നല്ല രീതിയിൽ ജ്വലിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു ദുർശക്തിയുടെ സാന്നിധ്യം കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും ഈ കാര്യമൊന്ന് ചെയ്യുക. സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഉമ്മറപ്പടിയുടെ വലതുഭാഗത്തായിട്ട് ഒരു ദീപം തെളിയിച്ച് വയ്ക്കുക. എല്ലാവരും ഐശ്വര്യത്തിനും സമ്പത്തിനും സമൃദ്ധിക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അതിലേക്കുള്ള ആ ഒരു പാത വളരെ എളുപ്പമാക്കാൻ സഹായിക്കും എന്നതൊന്ന് തിരിച്ചറിയുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.